എനിക്ക് താങ്കളോട് കുറച്ച് ദേഷ്യമുണ്ട്, ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ടില്ല ഇതുവരെ. അതിന് മെയിൻ റീസൺ, നമ്മുടെ നാട്ടിലൊരു എയർപോർട്ട് വരാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും അതിനെതിരെ ഒരു സമരം നടന്നു. അതിൻ്റെ മുൻപന്തിയിൽ താങ്കളും ഉണ്ടായിരുന്നു. ആറന്മുളയിൽ ഒരു എയർപോർട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്നുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഞാൻ തന്നെ പത്തനംതിട്ടക്കാരനായ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് മാറി താമസിക്കുന്നത്. എനിക്ക് യാത്രകൾ എപ്പോഴും പോകുമ്പോൾ എനിക്ക് പോകാനും വരാനൊക്കെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് എയർപോർട്ട് വരെ, അടുത്ത എയർപോർട്ട് വരെ പോകണമെങ്കിൽ 3-3.5 മണിക്കൂർ യാത്ര ചെയ്യണം. തിരുവനന്തപുരം ആണെങ്കിലും എറണാകുളം ആണെങ്കിലും. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട്, എന്തൊരു എയർപോർട്ട് വന്നാലും ആ നാട് വികസിക്കും, ആ നാടിന് ഒത്തിരി ഗുണം ചെയ്യും, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒത്തിരി ആളുകൾക്ക് അതൊരു ഉപകാരം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആറന്മുളയിൽ നമുക്കിവിടെ ഒരു എയർപോർട്ട് വരാൻ വേണ്ടി ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കിനും BJPയും മറ്റു പാർട്ടികളൊക്കെ ചേർന്ന് അത് എതിർത്തു, അത് ഇല്ലാണ്ടാക്കി. ഇപ്പൊ ഇവിടെ ഉള്ള പലരും പറയുന്നുണ്ട് ഒരു എയർപോർട്ട് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ആ ഒരു കാര്യത്തെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് അതേക്കുറിച്ച് പറയാനുള്ളത്, ഒരു വലിയ പാടശേഖരം മണ്ണിട്ട് നികത്തി അത് ഒരു എയർപോർട്ടാക്കി മാറ്റിയെടുക്കാൻ അപേക്ഷ നൽകി രംഗത്ത് വന്ന ആളുകൾക്ക് ട്രാക്ക് റെക്കോർഡുണ്ടോ? ഒരു വിമാനത്താവളം നടത്താൻ ഉള്ള ശേഷിയുള്ളവരാണ്? അല്ല, അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ്. അപ്പോൾ വിമാനത്താവളത്തിൻ്റെ മറവിൽ ഈ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി കോടികൾ സംഭരിക്കാനുള്ള നീക്കം അതിൻ്റെ പിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്, ഇത്രയും വിശാലമായൊരു പാടശേഖരം മണ്ണിട്ട് നികത്തിയാൽ ഇവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ്? വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തി ഇതുപോലുള്ള വൻ പ്രോജക്റ്റുകൾ നടത്താൻ പാടില്ല എന്ന് 2008 തണ്ണീർത്തടം നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടായിരുന്നു. ആ നിയമം നിലവിലുള്ളതാണ്. ആ നിയമം നിലവിൽ ഉള്ളപ്പോൾ ഇത്രയും വിശാലമായി കിടക്കുന്നത് മണ്ണിട്ട് നികത്തിയാൽ നിയമവിരുദ്ധമാണ്. പക്ഷെ നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ. മൂന്നാമത് ഉണ്ട്, സ്ഥലമുണ്ട്. അവിടെയാണ് അതിലേക്ക് ഞാൻ വരാം. Okay. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് മണ്ണിട്ട് നികത്തുന്നതിലൂടെ ഈ നാടിന് സംഭവിക്കുന്ന വലിയ വെല്ലുവിളി, ഭീഷണി എന്താണ്? പമ്പാനദിയുടെ തീരമാണ്. പാടശേഖരങ്ങളെ ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്നത് ഇതുപോലുള്ള പാടശേഖരങ്ങളാണ്. ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായപ്പോൾ 9 മണിക്കൂർ സമയം പമ്പാനദിയിലെ വെള്ളപ്പൊക്കം ഉയരാതെ നിലനിർത്തിയത് ഈ പാടശേഖരമാണ്. ഈ പാടശേഖരത്തിലേക്ക് വെള്ളം കയറണം. ശരിയാണ്. അതെ. അപ്പം ഇത്രയും വെള്ളം കയറി ഇത് ഫില്ലാകണം. ഇത്രയും ഫില്ലാകുന്നത് വരെ പമ്പാനദി പൊങ്ങിയില്ല. ഇനി ഇത് ഫില്ലായിരുന്നുവെങ്കിൽ, വിമാനത്താവളം വന്നിരുന്നുവെങ്കിൽ എന്ന് തന്നെ ധരിക്കുക ഇരുന്നെങ്കിൽ, ഈ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നാടിന് സംഭവിക്കുമായിരുന്ന ഒരു വലിയ വിനാശം എന്തായിരിക്കും? ഈ പമ്പയുടെ തീരത്തെ 4-5 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയാൽ, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ മുഴുവൻ വെള്ളം കയറിയതാണ്. അന്ന് 9 അടിയും കൂടെ പൊങ്ങിയിരുന്നെങ്കിൽ ഇതെല്ലാം ഒലിച്ചു പോയേനെ. അത്ര ശക്തമായ ഒഴുക്കാണ്. അപ്പോൾ ഇന്ന് ജനങ്ങളത് മനസ്സിലായി. കാരണം ആ വെള്ളപ്പൊക്കത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. ഈ ആകെ 10,000-12,000 ആളുകൾ ഈ ആറന്മുള ക്ഷേത്രത്തിലാണ് അഭയം തേടിയത്. 3 അടിയും കൂടെ പൊങ്ങിയിരുന്നെങ്കിൽ അത് കയറിയേനെ. അവരെയും കൂടെ എടുത്തോണ്ടങ്ങ് പോയേനെ. അതിന് എങ്ങോട്ടേക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല ആ സമയത്ത്. അപ്പം ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ വേറൊരു ചോദ്യം ചോദിച്ചല്ലോ, വേറെ സ്ഥലം ഇല്ലല്ലോ. വേറെ സ്ഥലം കിടപ്പുണ്ട്. ഇപ്പം അടൂർ കുടുമണ്ണിൻ്റെ അടുത്ത് വിശാലമായി സർക്കാരിൻ്റെ സ്ഥലം, ഒരു കുന്നും ഇടിക്കണ്ട, യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2500-3000 ഏക്കർ സ്ഥലം കിടക്കുകയാണ് വെറുതെ. ഒന്ന് നോക്കിക്കൂടെ? അതിലൊന്നും ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഈ പറയുന്ന ഗ്രൂപ്പ് വരുന്നവർക്ക് വേറെ ഇൻട്രസ്റ്റാണ്. ഒരു വിമാനത്താവളമാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രയാസവും. അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു, നാട്ടുകാർ ആവശ്യപ്പെടുന്നു, ഒരു വിമാനത്താവളം വരട്ടെ, ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാം. അതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്, വയബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പാരിസ്ഥിതികമായ യാതൊരു വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന സ്ഥലമല്ല. വെറും റബ്ബർ മരങ്ങളെ കുറേ നിൽക്കുന്നു. ഗവൺമെൻറ്റിനും അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല. നഷ്ടത്തിലോടുന്ന ഒരു എസ്റ്റേറ്റാണ്. അതാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എന്തിനാണ് ഈ ഡെവലപ്മെൻറ്റ് നമുക്ക് വേണം, പക്ഷെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം.
അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനും കൂടെ പറ്റണം. ആ ഡെവലപ്മെൻറ്റിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം. ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ് ആവശ്യം. അതാണ് ആറന്മുളയ്ക്ക് ആവശ്യം. ഞാൻ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ആറന്മുളയ്ക്ക് വേണ്ടത് ഒരു വികസന പദ്ധതിയാണ്. ആറന്മുള വികസിക്കണം. വികസിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 10 പേർക്ക് തൊഴിൽ കിട്ടണം. അതുപോലെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ നാടിനുണ്ടാകണം. ആത്മാർത്ഥമായ ശ്രമമാണ് വേണ്ടത്. ഇപ്പം എന്നോടുള്ള വിരോധം മാറിയോ? കുറച്ചൊക്കെ